രാജ്യം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയം എങ്ങനെ ചിന്തിക്കുന്നു എന്നതിന്റെ വിധിയെഴുത്താണ് പലപ്പോഴും ബീഹാറിൽ നടന്നിട്ടുള്ളത്. ആ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ബീഹാർ തെരഞ്ഞെടുപ്പിനെ എല്ലാവരും നോക്കിക്കാണുന്നത്. അപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിൽ നേരത്തെ ഇന്ത്യ മുന്നണിയിൽ ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു. ആ പ്രശ്നങ്ങളുടെ നാണക്കേട് അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ തിരിച്ചടി മറികടന്നുകൊണ്ട് ഇന്ന് അവർ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുകയാണ്. നിർണായക പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നു. തേജസ്വി യാദവിനെ ഇന്ത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവർ ഉയർത്തിക്കാട്ടുകയാണ്. അങ്ങനെ ഒരു പ്രഖ്യാപനം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പട്നയിൽ നടന്നിരിക്കുന്നു എന്നതാണ് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടാണ് എന്ന ഒരു തോന്നൽ ജനിപ്പിച്ചുകൊണ്ട് ആ ഒരു പ്രഖ്യാപനത്തിന് ഇന്ത്യ മുന്നണിക്ക് ബീഹാറിൽ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ആ പ്രഖ്യാപനം നടത്തിയത് കോൺഗ്രസ് തന്നെയാണ് എന്നത് വളരെ പ്രത്യേകത. അത് മുന്നണിയുടെ അരക്കിട്ടുറപ്പിക്കാൻ അങ്ങനെ ഒരു സന്ദേശം നൽകാൻ എന്ന വിധത്തിലാണ് ഇന്ന് അങ്ങനെ ഒരു പ്രഖ്യാപനം അവിടെ നടന്നിരിക്കുന്നത്. കോൺഗ്രസ് നേതാവ് അശോക് ഗെഹ്ലോട്ടാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. ഇന്ത്യ സഖ്യത്തിന്റെ സംയുക്ത പത്രസമ്മേളനത്തിലായിരുന്നു തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. സീറ്റ് വിഭജനത്തെ ചൊല്ലി വലിയ തർക്കങ്ങളാണ് ഈ മുന്നണിക്കുള്ളിൽ ഉടലെടുത്തിരുന്നത്. അത് പരിഹരിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഏതാണ്ട് 11 മണ്ഡലങ്ങളിൽ സൗഹൃദ മത്സരം എന്ന നിലയിൽ ഉള്ള മത്സരങ്ങൾ ഈ മുന്നണിക്കുള്ളിൽ ഇന്ത്യ മുന്നണിക്കുള്ളിൽ തന്നെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പോലും ആ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാത്തപ്പോൾ പോലും പുറമേക്ക് ഒരു ഐക്യത്തിന്റെ സന്ദേശം നൽകാനാണ് ഇന്നത്തെ ഈ ചടങ്ങ്, ഈ സംയുക്ത വാർത്താ സമ്മേളനം കൊണ്ട് കഴിഞ്ഞിരിക്കുന്നത്. തേജസ്വി യാദവിനെ പോലെ ഊർജ്ജസ്വലനായ ഒരു യുവ നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു. അത് മുന്നണിയുടെ കെട്ടുറപ്പാണ് എന്ന് വരുന്നു. ഇന്ന് ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള പ്രശ്ന പരിഹാരത്തിനായാണ് ഈ അശോക് ഗെഹ്ലോട്ടിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടേക്ക് എത്തുകയും അവർ ചർച്ചകൾ നടത്തുകയും ചെയ്തത്. തേജസ്വി യാദവുമായും ലല്ലു പ്രസാദ് യാദവുമായും ഒക്കെ ചർച്ചകൾ നടന്നു. അതിനൊടുവിലാണ് ഈ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ഈ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഇന്ത്യ മുന്നണി NDAയോട് ചോദിക്കുകയാണ്, ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇതാണ്, തേജസ്വി യാദവാണ്, എവിടെ നിങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന ചോദ്യമാണ് പ്രധാനമായും ഇന്ത്യ മുന്നണി ഉയർത്തിയിരിക്കുന്നത്. നിങ്ങളുടെ പ്രഖ്യാപനത്തിനുള്ള സമയമാണ് എന്നത് ഒരു വെല്ലുവിളിയായി തന്നെ അശോക് ഗെഹ്ലോട്ട് ഈ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ തേജസ്വി യാദവും ഈ NDAയ്ക്കെതിരെ കടന്നാക്രമണം നടത്തിക്കൊണ്ടാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചത്. എല്ലാ തവണയും നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയായി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയല്ലേ നിങ്ങൾ മത്സരിക്കാറുള്ളത്, എന്നിട്ട് എന്തുകൊണ്ട് ഇത്തവണ അത്തരമൊരു പ്രഖ്യാപനം ഉണ്ടാകുന്നില്ല എന്നൊരു ചോദ്യമാണ് തേജസ്വി യാദവും ചോദിച്ചത്. അപ്പോൾ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് തങ്ങൾ ഒറ്റക്കെട്ടാണെന്നും തങ്ങൾക്കൊരു നേതാവുണ്ടെന്നും അത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തേജസ്വി യാദവാണ് എന്നും ഉള്ള ഒരു വലിയ സന്ദേശം കൊടുക്കുമ്പോൾ NDAയെ സംബന്ധിച്ച് അത്തരമൊരു പ്രഖ്യാപനം ഉണ്ടാകുന്നില്ല എന്നത് അവരെ പ്രതിരോധത്തിലാക്കും എന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നില്ല, അത് അദ്ദേഹത്തെ തഴയാൻ വേണ്ടിയാണ് എന്നൊരു സന്ദേശം ഇതിലൂടെ നൽകാനും കഴിയുന്നു. എന്തായാലും അശോക് ഗെഹ്ലോട്ടിന്റെയും തേജസ്വിയുടെയും പ്രതികരണങ്ങൾ നമുക്ക് കാണാം. इस चुनाव में अगले मुख्यमंत्री चेहरे के रूप में तेजस्वी यादव जी को हम लोग सपोर्ट करते हैं, जो एक नौजवान है, लंबा फ्यूचर इनके साथ में, और मेरा अनुभव से मैं कह सकता हूँ जिसका लंबा फ्यूचर होता है पब्लिक उनको साथ देती है. हम महागठबंधन के लोग केवल सरकार बनाने के लिए ही नहीं, मुख्यमंत्री बनने के लिए नहीं, बल्कि हम लोगों को बिहार बनाने का काम करना है. इसलिए हम लोग एकजुट हुए हैं कि सभी महागठबंधन के साथियों ने मुझ पर पुनः भरोसा जताया है. इसके लिए सभी हमारे महागठबंधन के नेता हों, कार्यकर्ता हों, उन सब लोगों को दिल से हम धन्यवाद देते हैं. അപ്പോൾ സീറ്റ് വിഭജനത്തിലെ പ്രശ്നങ്ങൾ അത് ഒതുക്കിക്കൊണ്ട് അത് പുറമേക്ക് സഖ്യത്തിൽ വലിയ ഐക്യമുണ്ട് എന്നൊരു സന്ദേശം നൽകിക്കൊണ്ടാണ് നേതാക്കൾ സംസാരിച്ചിരിക്കുന്നത്. തേജസ്വി ചോദിക്കുന്നു, നിങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്താണ് പ്രഖ്യാപിക്കാത്തത്? മുൻ വർഷങ്ങളിൽ ഉള്ളതുപോലെ ഇത്തവണ പ്രഖ്യാപനമില്ലാത്തത്? അമിത്ഷാ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ ഇത് നിതീഷ് കുമാറിന്റെ അവസാന തെരഞ്ഞെടുപ്പാണെന്ന് അമിത്ഷാ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ സാഹചര്യത്തിലാണോ എന്നൊരു ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു സന്ദേശം നൽകാൻ എന്തായാലും ഈ ഘട്ടത്തിലെങ്കിലും ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നത് അവരെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു കാര്യമാണ്. പക്ഷേ ആ
പ്രശ്നങ്ങൾ ഒന്ന് ഒതുക്കി തീർന്നു എന്ന് പറയുന്നിടത്ത് പുതിയ വിവാദങ്ങൾ കൂടി ഉടലെടുക്കുകയാണ്. കാരണം ഈ സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയ ഇടത്തെ പോസ്റ്ററുകളിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ പടം നീക്കം ചെയ്തത്, അത് തേജസ്വി യാദവിന്റെ പോസ്റ്ററുകളിൽ തേജസ്വി യാദവ് മാത്രമായത് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതിനെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെ പോസ്റ്ററിൽ നിന്ന് ഒഴിവാക്കിയത് BJP വലിയ രീതിയിൽ പ്രചരണായുധമാക്കുന്നുണ്ട്. അത് രാഹുലിന്റെ ഫോട്ടോ പോസ്റ്ററിൽ വന്നാൽ വോട്ട് കിട്ടില്ല എന്ന ബോധ്യത്തിൽ നിന്നാണ് അത്തരമൊരു തീരുമാനമുണ്ടായത് എന്ന തരത്തിലൊക്കെയുള്ള പരിഹാസമാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും രാഹുൽ, നമുക്കറിയാം ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടൊക്കെ ബീഹാറിൽ തേജസ്വിയും രാഹുലും ഒരുമിച്ചാണ് യാത്രകൾ സംഘടിപ്പിച്ചിരുന്നത്. ആ രീതിയിൽ വലിയ ശ്രദ്ധ രാഹുൽ ഗാന്ധി അവിടെ പുലർത്തുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇനി വരും ദിവസങ്ങളിലും രാഹുലും പ്രിയങ്കയും ഒക്കെ പ്രചാരണത്തിനെത്തും എന്ന് കരുതിയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു പോസ്റ്റർ വിവാദം ഉടലെടുത്തിരിക്കുന്നത്. അത് പോസ്റ്ററിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ പടം ഒഴിവാക്കി എന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇത് BJP വലിയ രീതിയിൽ അവിടെ ആയുധമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം ഇതാണെങ്കിൽ നാളെ മുതൽ സാഹചര്യം മറ്റൊന്നായി മാറാൻ പോവുകയാണ്. ഇവിടുത്തെ മുഖ്യ താരപ്രചാരകൻ, NDAയുടെ മുഖ്യ താരപ്രചാരകനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ബീഹാറിലേക്ക് എത്തുകയാണ്. അദ്ദേഹം, നമുക്കറിയാം, ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പല വിധത്തിലുള്ള പ്രഖ്യാപനങ്ങളും പരിപാടികളും ഒക്കെ നടത്തിയിട്ടുണ്ട്. അതിനെയൊക്കെ അഭിസംബോധന ചെയ്ത് ബീഹാറിൽ തന്നെ പ്രധാനമന്ത്രി എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പ്രധാനമന്ത്രി നാളെ ബീഹാറിലേക്ക് എത്തുകയാണ്. അദ്ദേഹം 10 റാലികളിൽ പങ്കെടുക്കും എന്നതാണ് കരുതപ്പെടുന്നത്. അമിത്ഷാ ഇപ്പോൾ തന്നെ ബീഹാറിലുണ്ട്. അമിത്ഷാ 25 റാലികളിലാണ് പങ്കെടുക്കുന്നത്. BJPക്ക് മൊത്തം 40 താരപ്രചാരകർ ഉണ്ട് എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തിരിക്കുന്ന ലിസ്റ്റ്. JP നദ്ദ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ വലിയ രീതിയിൽ പ്രചാരണ പരിപാടികളിലും റാലികളിലും ഒക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോദി കൂടി എത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ ഏറ്റവും ഉച്ചസ്ഥായിലായി മാറും. ബഹുസരായി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് നാളെ പ്രധാനമന്ത്രിയുടെ റാലി നടക്കാൻ പോകുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി എന്ത് പറയുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പല പ്രഖ്യാപനങ്ങളും പല നീക്കങ്ങളും NDA നടത്തിയിരുന്നത് നമുക്കറിയാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ പ്രധാനമന്ത്രി അവിടെ എന്ത് പറയുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ രാജ്യമാകെ തന്നെ കാതോർക്കുകയാണ്. അപ്പോൾ NDAയുടെ പ്രചാരണം നാളെ ഉച്ചസ്ഥായിയിലാവും. പ്രധാനമന്ത്രി എത്തുന്നു. ഇന്ന് അവിടെ JP നദ്ദ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. വികസനവും ഒപ്പം തന്നെ വികസനത്തിന് എതിരായ പ്രവർത്തനങ്ങളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് അവിടെ നടക്കുന്നത് എന്നതാണ് ഇപ്പോൾ JP നദ്ദ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒരു റാലിയിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞത്. വികാസ് വേഴ്സസ് വിനാശ് പോരാട്ടമാണ് ബീഹാറിൽ നടക്കുന്നത് എന്നതാണ് JP നദ്ദയുടെ പ്രയോഗം. അങ്ങനെ ഒരു മത്സരമാണ് ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാറിലേതെന്ന് അദ്ദേഹം പറയുന്നു. ഔറംഗാബാദ് ജില്ലയിൽ റാലിയിൽ അഭിസംബോധന ചെയ്യുമ്പോഴാണ് നദ്ദ ഈ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഇത്തരം ഒരു പരാമർശമൊക്കെ നടത്തുന്നത്. കോൺഗ്രസിനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. ജൂനിയർ സഖ്യ പങ്കാളികളെ ഇല്ലാതാക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന ഒരു ആരോപണം കൂടി JP നദ്ദ ഉന്നയിച്ചു. ലാലു പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള RJD പാർട്ടി കൊള്ളയടിക്കലും ഭീഷണിപ്പെടുത്തലും അരാജകത്വവും ഒക്കെയാണ് അവരുടെ പാർട്ടി തന്നെ പ്രതിനിധാനം ചെയ്യുന്നത്. ഇതിനെയൊക്കെയാണ് എന്ന വിമർശനമൊക്കെ JP നദ്ദയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. आपको बता देना चाहता हूं, RJD, R का मतलब रंगदारी, J का मतलब जंगल राज और द का मतलब दादागिरी. ये RJD है. इससे बचकर रहना. ये हाथी के दांत दिखाने के और खाने के और है. ये जो लोग नौकरी के लिए जमीन, वो आपको नौकरी देंगे. जो लोग मां बहनों की इज्जत नहीं कर सकते हो, वो सुरक्षा देंगे. इसलिए मित्रों, मैं आपसे एक ही निवेदन करने आया हूं कि यह चुनाव आप पूरी हिम्मत के साथ रणविजय जी को चुनाव. അപ്പോൾ തീപാർന്ന പോരാട്ടത്തിലേക്ക് ബീഹാർ നീങ്ങാൻ പോവുകയാണ് നാളെ പ്രധാനമന്ത്രി കൂടി എത്തുമ്പോൾ. ഇവിടെ 2 ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ്. 6-നും 11-നുമായി തെരഞ്ഞെടുപ്പ് നടക്കും. 14-ന് ഫലം പ്രഖ്യാപിക്കും. വലിയ
പ്രഖ്യാപനങ്ങളുടെ ഒരു ഏറ്റുമുട്ടൽ കൂടിയാണ് ബീഹാറിൽ നടക്കുന്നത്. അത് വലിയ വലിയ പദ്ധതികളുടെ പ്രഖ്യാപനങ്ങളാണ്. സാധാരണക്കാരായ മനുഷ്യരിലേക്ക്, അവരുടെ കൈകളിലേക്ക് പണം നേരിട്ടെത്തിക്കുന്ന പദ്ധതികൾ പല സംസ്ഥാനങ്ങളിലും വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നു എന്നത് നമ്മൾ പല തെരഞ്ഞെടുപ്പുകളിലും കണ്ടതാണ്. രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ അത്തരം പരീക്ഷണങ്ങൾ വിജയിപ്പിച്ചെടുത്തിട്ടുണ്ട് ഭരണത്തിലേറിയ പാർട്ടികൾ എന്ന് നമ്മൾ കണ്ടതാണ്. ഇവിടെ ബീഹാറിലും അത്തരം പ്രഖ്യാപനങ്ങൾ ഒന്ന് പരീക്ഷിക്കുകയാണ്. രണ്ട് മുന്നണികളും അത്തരം വലിയ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. സാധാരണക്കാരായ സ്ത്രീകളിലേക്ക് പ്രതിമാസം 10,000 രൂപ എത്തുന്ന പദ്ധതിയാണ് നിതീഷ് കുമാർ പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിൽ സർക്കാർ സേവകരായ സ്ത്രീകൾക്ക് പ്രതിമാസം 30,000 രൂപ കിട്ടുന്ന പദ്ധതി തേജസ്വി യാദവ് പ്രഖ്യാപിക്കുന്നുണ്ട്. ഒരു വീട്ടിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥ എന്ന തരത്തിലൊക്കെയുള്ള പ്രഖ്യാപനങ്ങളുണ്ട്. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ച് അവർ എന്തുൾക്കൊള്ളുന്നു എന്നതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണണം. വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. ഒരുപക്ഷെ ഈ 2 പതിറ്റാണ്ടായി അധികാരത്തിൽ തുടരുന്ന നിതീഷ് കുമാർ ഇനി ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാകുമോ എന്നത് സംശയകരമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഒരു അവസാന തെരഞ്ഞെടുപ്പായിരിക്കാം ഇത് എന്ന് പറയുന്നു. അപ്പോൾ നിതീഷ് കുമാറിനെ തേജസ്വി യാദവ് നേരിടുമ്പോൾ ആ തരത്തിൽ കൂടി വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നു. ഒരു തലമുറ മാറ്റത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും നാളെ പ്രധാനമന്ത്രി കൂടി എത്തുമ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് പൂരം അതിൻ്റെ ഉച്ചസ്ഥായിയിലേക്ക് എത്തും. രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പിൽ പല ഘടകങ്ങൾ മാറ്റുരയ്ക്കുമ്പോൾ അത്രമാത്രം പ്രാധാന്യത്തോടു കൂടി നമുക്കും ആ തെരഞ്ഞെടുപ്പ് ഫലത്തിനായി കാത്തിരിക്കാം.